ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പോൾ ഞാൻ ഇന്ന് വളരെ സന്തോഷത്തോടെ എൻ്റെ വീണ്ടും വീഡിയോ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടായിരുന്നു 12 എഴുതിയിട്ട് ക്യാഷ് കിട്ടിയതിനെ പറ്റി. അപ്പോൾ ഞാൻ വീട്ടിൽ ഇത് പറഞ്ഞായിരുന്നു, എനിക്കിങ്ങനെ കയ്യിലിങ്ങനെ 12 എഴുതിയിട്ട് ക്യാഷ് കിട്ടിയായിരുന്നു. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചു ഇതുള്ളതാണ്, ഇത് ശരിക്കും അങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ ഉള്ള കാര്യം തന്നെയാണ്, ഞാനും വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് കയ്യിൽ എഴുതിയപ്പോൾ ക്യാഷ് കിട്ടിയല്ലോ, അപ്പോൾ അത് സത്യം തന്നെയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞ്, അപ്പം അമ്മ പറഞ്ഞ് ശരിക്കും അതൊക്കെ ഉള്ളതായിരുന്നു തന്നെയാണ് അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പം പറഞ്ഞാൽ അത് അമ്മയുടെ കയ്യിൽ എഴുതിയിട്ട് ക്യാഷ് കിട്ടിയാൽ മാത്രം വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ചെയ്യുമ്പോൾ നന്നായിട്ട് വിശ്വസിച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു എനിക്കെന്തായാലും അങ്ങനെ വെറുതെ ക്യാഷ് വേറെ എങ്ങനെ ക്യാഷ് ഒന്നും കിട്ടാനില്ല, അതുകൊണ്ട് അത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു വെറുതെ അങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല, ഞാൻ വിശ്വസിച്ച് എഴുതിയാൽ മാത്രമേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അമ്മേനെ അങ്ങനെ അമ്മ എനിക്കപ്പോൾ ഒരു ടെൻഷൻ, എനിക്കിത് ഈ ലോ ഓഫ് അട്രാക്ഷൻ ഈ സംഭവങ്ങളൊക്കെ നല്ല വിശ്വാസമാണ്. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ ശരിയായതായിരിക്കും, ഇനി അമ്മ ചെയ്താൽ ശരിയാവില്ല എന്ന് എനിക്ക് നല്ല പേടിയായിരുന്നു. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ 12 ഒപ്പം തന്നെ വേറൊരു നമ്പറും കൂടി ഉണ്ട്, 897. അപ്പോൾ ഈ 12 എന്നുള്ളത് ഫുള്ളും കൂട്ടി നോക്കുമ്പോൾ ലാസ്റ്റ് വരുന്ന സംഖ്യ 6ആണ്. 6 എന്ന് പറയുന്നത് ഭയങ്കര ഒരു പോസിറ്റീവ് നമ്പറാണ്, ഏഞ്ചൽ നമ്പറാണ്, നമുക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന നമ്പറാണെന്നൊക്കെയാണ് ശരിക്കും പറയണത്. അപ്പോൾ ഈ 897 ഈ നമ്പർ കൂട്ടി കഴിയുമ്പോഴും ഈ ലാസ്റ്റ് 8 9 17 പ്ലസ് 7 24 എന്നുള്ളത് 2 4 കൂട്ടി കഴിയുമ്പോൾ 6. അപ്പോൾ അതും 6 തന്നെയാണ് അവസാനം വരുന്നത്. അപ്പം ഞാൻ ചെയ്തിട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ അവർ ചെയ്തിട്ട് കിട്ടണ്ടാകുമ്പോൾ നമുക്കൊരു വിഷമമായിരിക്കുമല്ലോ. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വിചാരിച്ചാൽ അമ്മയുടെ കൈയുടെ ലെഫ്റ്റ് ഹാൻഡിൽ ഈ ലെഫ്റ്റ് ഹാൻഡിൽ ഈ സൈഡിലായിട്ട് 12 എന്ന് എഴുതിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇല്ലേ ഇവിടെ ഞാൻ അമ്മയ്ക്ക് 897 അതും കൂടി എഴുതി കൊടുത്തിട്ടോ. അപ്പം ഞാൻ നമ്മൾ ചെയ്ത പോലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, ഇങ്ങനെ അരമണിക്കൂർ അരമണിക്കൂർ കഴിഞ്ഞിട്ട് മാഞ്ഞു പോകാൻ പാടില്ല, പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴാണ് എഴുതിയത്, വൈകുന്നേരം ഒരു 5 മണി ഒക്കെ കഴിഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് കയ്യിൽ എഴുതി കൊടുത്തത്. അപ്പോൾ പിന്നെ വലിയ കാര്യമായിട്ട് ജോലിയില്ലല്ലോ, അപ്പോൾ പിന്നെ കയ്യിൽ നിന്ന് മാഞ്ഞും പോകില്ല, എനിക്കറിയായിരുന്നു. അപ്പം ഞാൻ എഴുതി കൊടുത്തെങ്കിൽ അപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞു നന്നായിട്ട് വിശ്വസിക്കണം, ക്യാഷ് എവിടെന്നെങ്കിലും വരും, തന്നെ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം അമ്മ ശരി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ നല്ല വിശ്വാസത്തോടെ ചെയ്തുകൊണ്ടാണ് എനിക്ക് ക്യാഷ് കിട്ടിയത്. ഇനി അമ്മ ചിലപ്പോൾ അത്ര വിശ്വസിച്ചൊന്നും ആയിരിക്കില്ല എഴുതണം, അപ്പം കിട്ടൂല എന്നൊക്കെ എനിക്ക് ടെൻഷനായിരുന്നു. അപ്പം ഞാനത് എഴുതി. അപ്പം അന്നൊന്നും സംഭവിച്ചില്ല, അത് പിറ്റേ ദിവസം സംഭവിച്ചില്ല, അതിൻ്റെ പിറ്റേന്നും സംഭവിച്ചില്ല. അപ്പം എനിക്ക് ടെൻഷനായി. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു ഇങ്ങനെ ക്യാഷ് ഒന്നും കിട്ടിയില്ല. അപ്പം അമ്മ പറഞ്ഞു ചിലപ്പോൾ കിട്ടുമായിരിക്കും, കുറച്ച് താമസിച്ചായാലും കിട്ടുമായിരിക്കും, അത് ചിലപ്പോൾ വിശ്വാസത്തിൻ്റെ ഇതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം അമ്മ അങ്ങനെ എന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ 3 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ടും ഒന്നും ആയില്ല. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഭാഗ്യം എന്ന് പറയട്ടെ, അല്ലെങ്കിൽ അമ്മേൻ്റെ ഭാഗ്യം എന്ന് പറയട്ടെ, ആ ഞായറാഴ്ചത്തെ ചിട്ടി കിട്ടിയത് അമ്മയ്ക്കാണ്. അപ്പോൾ അമ്മ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് ക്യാഷ് ചിട്ടി ക്യാഷ് കിട്ടിയായിരുന്നു, 30 രൂപ ചിട്ടി ക്യാഷ് ഉണ്ട്, അപ്പം 30 രൂപ കിട്ടിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് സന്തോഷം. അപ്പം ഞാൻ പറയണതിന് മുന്നേ അമ്മ എങ്ങനെ അറിയാണ്, ചിലപ്പോൾ നമ്പർ കയ്യിൽ എഴുതിയിട്ടായിരിക്കും ക്യാഷ് കിട്ടിയത്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും കിട്ടിയതെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ പറഞ്ഞു അത് പിന്നെ പ്രത്യേകം പറയാനില്ല, അത് നമ്പർ എഴുതിയോണ്ട് തന്നെയാണ് ക്യാഷ് കിട്ടിയതെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് എന്താ പറയുക, എത്ര സന്തോഷമായി. കാരണം നമ്മളൊരു കാര്യം അത്ര വിശ്വാസത്തോടെ ചെയ്തിട്ട് നമുക്കത് കിട്ടി. അപ്പം മറ്റുള്ളവരുടെ അടുത്ത് ഇപ്പം നമ്മുടെ വീട്ടിലുള്ളവരുടെ അടുത്തായാലും നിങ്ങളിത് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ട് അത് കിട്ടിയില്ലെങ്കിൽ അപ്പം നമുക്കൊരു വിഷമമല്ലേ. കാര്യം നമ്മുടെ വീട്ടിലുള്ളവരെ കൊണ്ട് നമ്മളങ്ങനെ കളിയാക്കും, അങ്ങനെയൊന്നും പറയില്ല, കുഴപ്പമില്ല എന്നുള്ള രീതിക്കൊക്കെ ആയിരിക്കും പറയാം. അപ്പം എന്താ പറയുക, ഞായറാഴ്ച ഈ ചിട്ടിയുടെ ക്യാഷ് കിട്ടി കഴിയുമ്പോൾ എനിക്ക് വളരെ സന്തോഷിക്കും, അത്രയ്ക്ക് സന്തോഷമായി. അപ്പം ഞാൻ ഈ സന്തോഷം കൊണ്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പം ഈ 12 ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ 12 അതിൻ്റെ ഒപ്പം തന്നെ 8 9 7 അതും കൂടി എഴുതിയിട്ടൊന്ന് ചെയ്ത് നോക്കട്ടോ, ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ട് തന്നെ ചെയ്യണം. എങ്ങനെയായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പം എനിക്കിപ്പോൾ 2 പ്രാവശ്യത്തെ റിസൾട്ടായി, എനിക്ക് ക്യാഷ് കിട്ടി, ഇപ്പം അമ്മയ്ക്കത് ഇപ്പം ചിട്ടി ക്യാഷ് അതും കിട്ടി. അപ്പം ഇനി ഞാൻ എന്തെങ്കിലും അത്യാവശ്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് കാര്യങ്ങൾ, ഈ ക്യാഷിൻ്റെ കാര്യം തന്നെയല്ല കേട്ടോ, നമുക്ക് വേറെ എന്തെങ്കിലും നടക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതിനും ഈ നമ്പർ എഴുതാമെന്ന് ഞാൻ വേറെ വീഡിയോസിലൊക്കെ കണ്ടായിരുന്നു. പല ക്യാഷിന് വേണ്ടിയിട്ട് മാത്രമല്ല, പല കാര്യങ്ങൾക്കും നമുക്ക് നടക്കാത്ത കാര്യങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കട്ടെ. അപ്പം എനിക്ക് എന്തായാലും വളരെ സന്തോഷമായി. എനിക്കിപ്പോൾ 2 അനുഭവങ്ങളായി. അപ്പം ഞാനത് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പം ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ ടാറ്റാ ബൈ ബൈ.